സ്വർണം കിട്ടിയത് വീട്ടിനുള്ളിൽ നിന്നല്ല, പുറകുവശത്തെ ചവറുകൂനിയിലാണെന്ന് പറയാൻ പോലീസ് പരാതിക്കാരെ നിർബന്ധിച്ചു. ഒരു പകലും രാത്രിയും മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ നേരിട്ട മാനസിക പീഡനം, സ്വന്തം വീട്ടിൽ കൊണ്ടുപോയുള്ള പോലീസിന്റെ തെളിവെടുപ്പ് നാടകം. ചുള്ളിമാനൂർ സ്വദേശിയായ ബിന്ദുവിന് നേരിടേണ്ടി വന്നത് കൊടിയ മനുഷ്യാവകാശ ലംഘനം. ജോലിക്ക് നിന്ന വീടിന്റെ ഉടമ ഓമന ഡാനിയലിന്റെ ആഭരണം മോഷണം പോയെന്ന പരാതിയിലായിരുന്നു പേരൂർക്കട പോലീസിന്റെ ക്രൂര നടപടികൾ. തൊട്ടടുത്ത ദിവസം മാല സോഫയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന് ഓമന ഡാനിയൽ അറിയിച്ചോടെ പോലീസ് വെട്ടിലായി. സ്വർണം കിട്ടിയത് വീട്ടിനുള്ളിൽ നിന്നല്ല, പുറകുവശത്തെ ചവറുകൂനിയിലാണെന്ന് പറയാൻ പോലീസ് പരാതിക്കാരെ നിർബന്ധിച്ചു. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസന്വേഷണം നടത്തിയ ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പോലീസ് തിരക്കഥ പൊളിയുന്നത്. മറവിയുള്ള ഓമന ഡാനിയൽ പുറത്തുപോയി വന്നാൽ സ്വർണം സാധാരണ വയ്ക്കുന്നത് കട്ടിലിലെ മെത്തയ്ക്കു കീഴിലാണ്. പരാതി നൽകുന്നതിന് മുമ്പുള്ള ദിവസം പുറത്തുപോയി വന്ന ശേഷം സ്വർണം വെച്ചത് സോഫയുടെ അടിയിലായിരുന്നു. സ്വർണം കാണാതായപ്പോൾ വീട്ടിൽ പരാതി നോക്കാതെ പോലീസിൽ പരാതി നൽകി. പോലീസ് വീട്ടുജോലിക്കാരിയെ അന്യായമായി കസ്റ്റഡിയെടുത്തു. കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിച്ച SI പ്രസാദ്, GD ചാർജുകാരനായ പ്രസന്നൻ എന്നിവർ സസ്പെൻഷനിലാണ്. നിയമവിരുദ്ധമായി സ്ത്രീയെ സ്റ്റേഷനിൽ സൂക്ഷിച്ച കാര്യം SHO ശിവകുമാറിനും അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാത്രി സ്റ്റേഷനിലെത്തിയ ശിവകുമാർ ബിന്ദുവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വീട്ടിൽ നിന്നും സ്വർണം കണ്ടെത്തിയ കാര്യം ഓമന ഡാനിയൽ അറിയിച്ചുവെങ്കിലും അത് മറച്ചുവെച്ച് പോലീസ് മറ്റൊരു കഥയുണ്ടാക്കി. പക്ഷെ ഓമന ഡാനിയലും മകളും നടന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സ്വർണം വീടിന്റെ പിന്നിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറയാൻ പോലീസ് നിർബന്ധിച്ചു എന്നാണ് ഇവരുടെ മൊഴി. സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ ഒരു പാവം സ്ത്രീയെ കുരുക്കാനായി പോലീസ് മെനഞ്ഞ തിരക്കഥയാണ് ഇവിടെ പൊളിഞ്ഞത്. ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം പോലീസാണിത് ചെയ്യിപ്പിച്ചത്. ഓമന ഡാനിയൽ മാല കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഈ പ്രസന്നനും പ്രസാദവും ആ കുറ്റം എൻ്റെ മണ്ടയ്ക്ക് വെച്ച് തന്നു. പ്രസന്നനാണ് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചത്. ബിന്ദുവിന്റെ മാനസിക പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷേ ബിന്ദു ഇനി പ്രയാസപ്പെടരുതെന്നാണ് ഞാൻ പറയുന്നത്. പരാതി കൊടുക്കണമെന്ന് ബിന്ദുവിന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യാത്ത കുറ്റമാണ് സാർ, അതുകൊണ്ടാണ് പരാതി കൊടുക്കണമെന്ന്. എന്തായാലും ഞാൻ വെളിയിലിറങ്ങിയാൽ പരാതി കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. SHO ശിവകുമാർ, വീട്ടുടമ ഓമന ഡാനിയൽ, അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർ എന്നിവർക്കെതിരെയെല്ലാം അന്വേഷണ സംഘം നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാകും ഇനി തുടർ നടപടികൾ. വീട്ടുജോലിക്കാരി ബിന്ദുവിനെ പ്രതിയാക്കാൻ പോലീസ് തിരക്കഥയുണ്ടാക്കിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീടിനുള്ളിൽ നിന്ന് സ്വർണം കിട്ടിയിട്ടും ബിന്ദുവിനെ കുടുക്കാൻ ശ്രമിച്ചുവെന്നാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്ന് സ്വർണം കിട്ടിയെന്ന് പറയാൻ പരാതിക്കാരിയോട് പോലീസ് ആവശ്യപ്പെട്ടുവെന്ന നിർണായക കണ്ടെത്തൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് ബിന്ദു